PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. 2 ലൈവും 4 റെക്കോർഡറും. അപ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്ക് SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തു. ദെൻ കാലത്ത് 9 മണിക്ക് സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള SCRT പാഠഭാഗങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ബയോളജിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് 12 മണിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടനെ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അപ്പോൾ അത് മൂന്നും ഒരാഴ്ചയിൽ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. ദെൻ അത് കഴിഞ്ഞിട്ട് രാത്രി 8 മണിക്ക് നമ്മൾ കാലത്ത് പഠിക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ, കാലത്ത് 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്ന GK പോർഷൻസ്, ആ ഭാഗങ്ങളിൽ നിന്നും PSC 2021, 22, 23, 24 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ ലൈവായിട്ട് ചെയ്യുന്നു. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് ആണ്. അതും ലൈവായിട്ടാണ് ചെയ്യുന്നത്. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരുപാട് പേര് നമ്മുടെ തുടക്കം മുതലേ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിന്. പക്ഷേ തുടക്കത്തിലുണ്ടായിരുന്ന കുറേ പേരൊക്കെ പാതി വഴിക്കിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം വരുന്നത്. ഓക്കെ, അപ്പോൾ PSCയുടെ കാര്യം നമുക്കറിയാം. പഠനം എന്ന് പറയുന്നത് ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകരുത്. പഠിക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തുടക്കം മുതലേ നമ്മുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണോ ഒരു ദിവസം പഠിക്കേണ്ടത്, നാളെ പഠിക്കേണ്ട ടോപ്പിക്സ് ഇന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ മെസ്സേജ് വരും ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് സമയം നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്, നോട്ട്സ്, PDF ഇതെല്ലാം ടെലഗ്രാം വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ആ ഭാഗമൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗവർണർ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം ആദ്യം പഠിച്ചു വെച്ചേക്കുക. ഭാഗം 6. ഭാഗം 6ലാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 6. ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 152 മുതൽ 237 വരെയുള്ള ആർട്ടിക്കിളിലാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഭാഗം 6 ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 152 മുതൽ 237 വരെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹെഡ് എന്ന് പറയുന്നത് ആരാണ്? ഗവർണറാണ്. ഓക്കെ, അപ്പം സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് ആര്? ഗവർണർ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഗവർണറാണ്. അപ്പോൾ സംസ്ഥാന ഗവർണർ എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ യോജിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലേ. ഗവർണർ എന്ന് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണ്ണിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഗവർണർ എന്ന് പറയുന്നത്. നമ്മുടെ ഗവർണറെ നിയമിക്കുന്നത് ആരാ? നിയമിക്കുന്നത് പ്രസിഡൻ്റ് ആണ്. ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡൻ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ പ്രസിഡന്റിന് കൈമാറുന്നതും ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. ഓക്കെ, ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഗവർണർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ് സമർപ്പിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഗവർണറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 153. ആർട്ടിക്കിൾ 153ലാണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ,
ഇനി ഒരാൾക്ക് തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ് അല്ലെ. ഒരാൾക്ക് തന്നെ ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് പ്രവർത്തിക്കാം എന്ന് പറയുന്നത് 1956 7ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്ന ഒരു കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണറായിട്ട് പ്രവർത്തിക്കാം. ഈ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഭേദഗതി എന്ന് പറയുന്നത് ഏതാണ്? 1956 7ാം ഭേദഗതി. ഈസിയാണ്. നമ്മൾ 7ാം ഭേദഗതി നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 1956 5 6 7. അപ്പോൾ 7ാം ഭേദഗതി 56 വർഷം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഈ 7 എന്നെഴുതിയതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ജി ഫോർ ഗവർണർ. അപ്പോൾ ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിലധികം സംസ്ഥാനങ്ങളുടെ ഗവർണർ ആകാം എന്ന് പറയുന്ന ഭേദഗതിയാണ് 1956 7ാം ഭേദഗതി എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153 എന്ന് പറഞ്ഞു. ഇനി ഗവർണർ ആയിരിക്കും സംസ്ഥാനങ്ങളുടെ കാര്യനിർവഹണ വിഭാഗ തലവൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 154. അപ്പൊ ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 153. ഗവർണറാണ് എക്സിക്യൂട്ടീവ് ഹെഡ്, കാര്യനിർവഹണ വിഭാഗ തലവൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 154 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗവർണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 155. ആർട്ടിക്കിൾ 155 ഗവർണറുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നത്. നിയമിക്കുന്നത് ആരാ? പ്രസിഡന്റ്. ഇനി ഗവർണറുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 156. കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 156. ഗവർണറുടെ കാലാവധി സാധാരണഗതിയിൽ 5 വർഷമാണ്. പക്ഷേ നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത് പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം എന്നാണ്. പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം കാലം എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. സാധാരണ രീതിയിൽ അത് 5 വർഷമാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രസിഡന്റിന് താല്പര്യമുള്ളിടത്തോളം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അതല്ലാതെ 5 വർഷം 3 വർഷം 6 വർഷം എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 5 വർഷം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗവർണറുടെ കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 156. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. 156 6 എന്ന് പറയുമ്പോൾ കാലൻ്റെ നമ്പറാന്ന് ഓർത്താൽ മതി. അപ്പോൾ 6 കാലാവധിയിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ 156 ഗവർണറുടെ കാലാവധിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ 156 തന്നെയാണ് ഗവർണർ രാജിക്കത്ത് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. പ്രസിഡന്റ് ആണല്ലോ നിയമിക്കുന്ന ആളുടെ കയ്യിൽ മാത്രമേ നമ്മൾ രാജിക്കത്ത് കൊടുക്കത്തുള്ളൂ അല്ലെ. അപ്പൊ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനാണ് എന്ന് പറയുന്നതും ആർട്ടിക്കിൾ 156 എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഗവർണറുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. 157. ഇത് PYQ ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗവർണറുടെ യോഗ്യതകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 157. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഗവർണർ ആകാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത്? ഒന്നാമത്തെ യോഗ്യത ഒരു ഇന്ത്യൻ പൗരൻ ആവണം. എല്ലാവരുടെയും ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പൗരൻ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ യോഗ്യത 35 വയസ്സ് പൂർത്തിയായിരിക്കണം. അതേപോലെ നമ്മുടെ ഗവർണറുടെ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ആരുടെ മുമ്പിലാണ്? ഓർത്തിരിക്കുക, ഇവിടെ ഇതാണ് പഠിച്ചിരിക്കേണ്ടത്. യോഗ്യത ചോദിച്ചാൽ ഇന്ത്യൻ പൗരനാവണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ്. പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലായിരുന്നു. അതേപോലെ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുമ്പിലാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 159. ഗവർണറുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 159. ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിലാണ്.
ഇനി നമ്മൾ പ്രസിഡന്റിന്റെ മാപ്പധികാരം പഠിച്ചു അല്ലെ. എഴുന്നേറ്റ് നിന്ന് 2 കൈ കൂപ്പി മാപ്പ് പറയുന്നു 72 അല്ലെ. പ്രസിഡന്റിന്റെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്നത് 72 അന്ന് തന്നെ നമ്മൾ പറഞ്ഞു ഗവർണറുടെ മാപ്പധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 161 ഗവർണറുടെ മാപ്പധികാരത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഗവർണറുടെ ശമ്പളം എത്രയാണ് എന്ന് ചോദിച്ചാൽ ഗവർണറുടെ ശമ്പളം എന്ന് പറയുന്നത് 3,50,000 രൂപ. 3,50,000 രൂപയാണ് ഗവർണറുടെ ശമ്പളം. ഈ ഗവർണറുടെ എല്ലാം ശമ്പളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കെഡ്യൂൾ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് സ്കെഡ്യൂൾ? നമ്മൾ പഠിച്ചതായിരുന്നല്ലോ അല്ലെ. ഇവരുടെ എല്ലാം എമോല്യൂമെന്റ്സിനെ കുറിച്ച് അല്ലെ, ഇവരുടെ എല്ലാം ശമ്പളത്തെ കുറിച്ച് ആനുകൂല്യങ്ങളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? സ്കെഡ്യൂള് 2 ശമ്പളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ലെ. ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം എന്ന് പറഞ്ഞു പഠിച്ചു. അപ്പോൾ അതിൽ TE എന്ന് പറയുന്നത് എമോല്യൂമെന്റ്സ് ശമ്പളം എന്ന് പറഞ്ഞത് സ്കെഡ്യൂൾ 2 നമ്മൾ പഠിച്ചു. അപ്പോൾ ശമ്പളത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന സ്കെഡ്യൂൾ ചോദിച്ചാൽ സ്കെഡ്യൂള് 2. ഇനി ഗവർണറുടെ ശമ്പളം നൽകുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഗവർണറുടെ ശമ്പളം നൽകുന്നത്. ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ് കേട്ടോ. ഒന്ന് തിരുത്തിയേക്കണേ. ഗവർണറുടെ ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നാണ്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും ശമ്പളം നൽകും. പെൻഷൻ നൽകുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ഗവർണറുടെ ശമ്പളം നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും പെൻഷൻ നൽകുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഒരു വ്യക്തിക്ക് ഗവർണർ ആകാം എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഒരാൾ ഗവർണർ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ശമ്പളം എന്ന് പറയുന്നത് അതത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും ആ 3,50,000 രൂപ തുല്യമായി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഗവർണറായിട്ടിരുന്ന വ്യക്തിക്ക് അതത് സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റിൽ നിന്നും ശമ്പളം തുല്യമായി നൽകണം എന്ന് പറയുന്നുണ്ട്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ഒരിക്കൽ ഒരു സംസ്ഥാനത്ത് ഗവർണർ ആയതിനു ശേഷം വീണ്ടും ആ സംസ്ഥാനത്ത് തന്നെ ഗവർണറായിട്ട് നിയമിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പറ്റുമെന്നാണ് ആൻസർ കേട്ടോ. ഒരിക്കൽ ഒരു സംസ്ഥാനത്ത് ഗവർണർ ആയതിനു ശേഷം വീണ്ടും ആ സംസ്ഥാനത്ത് ഗവർണർ ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ പഠിക്കുന്നത് ഗവർണറുടെ അധികാരത്തെ കുറിച്ചാണ്. ഗവർണറുടെ അധികാരം നമ്മൾ പ്രസിഡന്റിന്റെ അധികാരം പഠിച്ചതുപോലെ തന്നെ ഗവർണറുടെ അധികാരം എന്തൊക്കെ അധികാരങ്ങളാണ്? 1 കാര്യനിർവഹണ അധികാരം എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത്. 2 നിയമനിർമ്മാണ അധികാരം ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറയുന്നു. 3 നീതിന്യായ അധികാരം ജുഡീഷ്യൽ പവർ നീതിന്യായ അധികാരം. ഇങ്ങനെ 3 തരത്തിലുള്ള അധികാരങ്ങളാണ് ഗവർണറിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ എക്സിക്യൂട്ടീവ് അധികാരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പഠിച്ചു നിയമനങ്ങൾ പറയുമ്പോൾ അല്ലെ. അതായത് ആരെയൊക്കെയാണ് നിയമിക്കുന്നത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ PSC ചെയർമാൻ, സംസ്ഥാന PSC സ്റ്റേറ്റ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഗവർണറാണ്. പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ, അതേപോലെ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതും ആരാണ്? ഗവർണറാണ്. അപ്പോൾ മുഖ്യമന്ത്രി, PSC ചെയർമാൻ, അംഗങ്ങൾ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ, അഡ്വക്കേറ്റ് ജനറൽ, ജില്ലാ ജഡ്ജിമാർ ഇവരെ എല്ലാം നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അതാണ് അദ്ദേഹത്തിന്റെ കാര്യനിർവഹണ അധികാരം എന്ന് പറയുന്നത്. ഇനി നിയമനിർമ്മാണ അധികാരം എന്ന് പറയുന്നത് എന്താണ്? നിയമനിർമ്മാണ അധികാരം അതായത് ഗവർണർക്ക് സംസ്ഥാന നിയമസഭ വിളിച്ചുകൂട്ടാനും സമ്മേളനം നീട്ടിവെക്കാനും നിയമസഭ പിരിച്ചുവിടുന്നതിനുമുള്ള അധികാരമുണ്ട്. അപ്പോൾ അതാണ് നിയമനിർമ്മാണ അധികാരം. ഗവർണർക്ക് സംസ്ഥാന നിയമസഭ വിളിച്ചുകൂട്ടാനും സമ്മേളനം നീട്ടിവെക്കാനും നിയമസഭ പിരിച്ചുവിടാനുമുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ ഓരോ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സമ്മേളനവും
എല്ലാ വർഷത്തെയും ആദ്യ നിയമസഭാ സമ്മേളനവും അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? ഗവർണറാണ്. ഓരോ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ നിയമസഭാ സമ്മേളനവും എല്ലാ വർഷത്തെയും ആദ്യത്തെ നിയമസഭാ സമ്മേളനവും അഭിസംബോധന ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവർണറാണ് എന്നുള്ളത്. അതേപോലെ നിയമസഭയിൽ തീർപ്പ് കൽപ്പിക്കാത്ത ബില്ലുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നിയമസഭയ്ക്ക് സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചിച്ച് സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ അയോഗ്യത കൽപ്പിക്കുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? നിയമനിർമ്മാണ അധികാരങ്ങളാണ്. ഗവർണറുടെ നിയമനിർമ്മാണ അധികാരങ്ങളാണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് നീതിന്യായ അധികാരങ്ങൾ. ജുഡീഷ്യൽ പവർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഗവർണറുടെ നീതിന്യായ അധികാരങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ വിധിക്കപ്പെട്ട ശിക്ഷകൾക്ക് ഇളവ് നൽകുക. നമ്മൾ പറഞ്ഞില്ലേ മാപ്പധികാരം എന്ന് പറയുന്നത്. അപ്പൊ ശിക്ഷകൾക്ക് ഇളവ് നൽകുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അതിൽ വധശിക്ഷയ്ക്ക് ഇളവ് നൽകാനുള്ള അധികാരം ഗവർണർക്കില്ല, അത് പ്രസിഡന്റിന് മാത്രമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാപ്പധികാരം എന്നൊക്കെ പറയുന്നത് ഏതിൽ വരുന്നതാണ്? നീതിന്യായ അധികാരത്തിൽ വരുന്നതാണ്. അതേപോലെ സംസ്ഥാന ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്ന സമയത്ത് രാഷ്ട്രപതി ഗവർണറോട് എന്ത് ചെയ്യാറുണ്ട്? കൂടിയാലോചിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതുപോലെ സംസ്ഥാന ഹൈക്കോടതിയുമായും സംസ്ഥാന PSCയുമായും ഒക്കെ ബന്ധപ്പെട്ട് കൂടിയാലോചിച്ച് സംസ്ഥാന ജുഡീഷ്യൽ സർവീസിലേക്ക് വ്യക്തികളെ നിയമിക്കുന്നത് ഇതെല്ലാം ഗവർണറാണ് ചെയ്യുന്നത്. അപ്പൊ ഗവർണറുടെ ജുഡീഷ്യൽ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്: ശിക്ഷകൾക്ക് ഇളവ് നൽകുക, അതുപോലെ തന്നെ ജുഡീഷ്യൽ സർവീസിലേക്ക് വ്യക്തികളെ നിയമിക്കുക. ഇതൊക്കെ എന്താണ്? നീതിന്യായ അധികാരം എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നതാണ്. ഇനി നമ്മൾ പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട അധികാരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതേപോലെ ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്, പ്രസിഡന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് 123 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 213. ആർട്ടിക്കിൾ 213 ഗവർണറുടെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. ഓർഡിനൻസിന്റെ കാലാവധി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 6 മാസം. ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? 6 മാസമാണ്. 6 മാസത്തിനകം ഈ പറയുന്ന ഓർഡിനൻസ്, എപ്പോഴാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? ഇപ്പൊ നിയമസഭ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ട സമയത്ത് നിയമസഭ പിരിച്ചുവിട്ടിരിക്കുകയാണ്, ആ സമയത്ത് നിയമസഭ സമ്മേളിക്കുന്നില്ല, പെട്ടെന്ന് നമുക്ക് എന്താണ് അടിയന്തരമായിട്ടൊരു നിയമം നിർമ്മിക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഗവർണറിന് ആ നിയമം നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്. അതിനെയാണ് ഓർഡിനൻസ്. ഓർഡിനൻസിലൂടെയാണ് അത് പുറപ്പെടുവിക്കുന്നത്. പക്ഷേ ഈ ഓർഡിനൻസിന് 6 മാസ കാലാവധിയേ ഉള്ളൂ. 6 മാസത്തിനകം ഈ ഓർഡിനൻസ് അംഗീകരിക്കണം? നിയമസഭ അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിക്കാത്ത പക്ഷം ഈ ഓർഡിനൻസ് പുറന്തള്ളപ്പെടും. ഓക്കെ, ഇത് പുറത്താക്കപ്പെടും, അല്ലെങ്കിൽ ഇത് അസാധുവാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓർഡിനൻസിന്റെ കാലാവധി എത്രയാണ്? 6 മാസമാണ്. 6 മാസത്തിനകം നിയമസഭ അംഗീകരിച്ചില്ലെങ്കിൽ അത് റദ്ദാക്കപ്പെടും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ആദ്യത്തെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറായിട്ടുള്ള വനിത ആര്? ഓരോരുത്തരെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഗവർണർ ആയ വനിത. ഇന്ത്യയിൽ ആദ്യമായി ഗവർണറായ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരോജിനി നായിഡു ആണ് കേട്ടോ. സരോജിനി നായിഡു ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവർണറായ വനിത. യുണൈറ്റഡ് പ്രൊവിൻസിലായിരുന്നു, അതായത് ഇന്നത്തെ UPയിലായിരുന്നു ഗവർണറായിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ടിരുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MM ജേക്കബ് ആണ് കേട്ടോ. MM ജേക്കബ് ആണ്. 11 വർഷക്കാലമാണ് അദ്ദേഹം ഗവർണറായിരുന്നത്. മേഘാലയയിലാണ്. മേഘാലയ, അതൊന്ന് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഗവർണറായത് MM ജേക്കബ് ആണ്. 11 വർഷക്കാലം മേഘാലയയിൽ. ഇനി ഏറ്റവും കൂടുതൽ കാലം ഗവർണറാകുന്ന വനിത, ഏറ്റവും കൂടുതൽ കാലം ഗവർണർ ആകുന്ന വനിതയാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് പത്മജ നായിഡു ആണ്. പത്മജ നായിഡു ആണ് ഏറ്റവും കൂടുതൽ കാലം ഗവർണറാകുന്ന വനിത. ഓക്കെ, വെസ്റ്റ് ബംഗാൾ ആയിരുന്നു. 10 വർഷക്കാലമാണ് ഗവർണറായിരുന്നത്. വെസ്റ്റ് ബംഗാളിൽ 10 വർഷക്കാലം ഗവർണറായിരുന്നു. ഇനി ഗവർണറായ ആദ്യ മലയാളി ചോദിച്ചാലോ? ഗവർണറായ ആദ്യത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ വി പി മേനോൻ. വി പി മേനോൻ ആണ്. ഒറീസയിലായിരുന്നു. ഒറീസയിലെ ഗവർണറായിരുന്നു. ഗവർണറായ ആദ്യത്തെ മലയാളി ചോദിച്ചാൽ ആരാണ്? വി പി മേനോൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഗവർണറായ ആദ്യത്തെ മലയാളി വനിത. ഗവർണറായ ആദ്യത്തെ മലയാളി വനിത എന്ന് പറയുന്നത് ആരാണ്? ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫാത്തിമ ബീവി ഗവർണറായിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ, മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബീവിയാണ്. സുപ്രീം കോടതി ജഡ്ജായ ആദ്യത്തെ വനിതയാണ്. ഗവർണറായ ആദ്യത്തെ മലയാളി വനിത ഫാത്തിമ ബീവി. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ കാര്യമാണ് ഇത്രയും പറഞ്ഞത്. ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണറായിട്ടുള്ള വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു. യു പിയിലായിരുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന വ്യക്തി MM ജേക്കബ്. മേഘാലയയിൽ 11 വർഷം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിരുന്ന വനിത ചോദിച്ചു കഴിഞ്ഞാൽ പത്മജ നായിഡു. വെസ്റ്റ് ബംഗാളിൽ 10 വർഷം. ഗവർണറായിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചാൽ വി പി മേനോൻ. ഒറീസയിലായിരുന്നു. ഗവർണറായ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചു കഴിഞ്ഞാൽ ഫാത്തിമ ബീവി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലോട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗവർണർ ആരാ? കേരളത്തിലെ രണ്ടാമത്തെ ഗവർണർ ആയത് വി വി ഗിരിയാണ്. വി വി ഗിരി. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. കേരളത്തിലെ രണ്ടാമത്തെ ഗവർണർ വി വി ഗിരിയാണ്. ഓക്കെ, ഇനി കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് പിന്നീട് ഗവർണറായി സ്ഥാനമേറ്റത് കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഗവർണറായിട്ട് സ്ഥാനമേറ്റത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പട്ടം താണുപിള്ള അല്ലെ? പട്ടം താണുപിള്ള കേരളത്തിലെ മുഖ്യമന്ത്രി, പിന്നീട് ഗവർണറായി മാറിയത് പട്ടം താണുപിള്ള. പഞ്ചാബിലെ ഗവർണറായിരുന്നു. പഞ്ചാബ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്കാം. പഞ്ചാബിലെ ഗവർണറായിരുന്നു. അപ്പൊ കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായ പട്ടം താണുപിള്ള ഗവർണറായി സ്ഥാനമേറ്റത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിക്കാം. പഞ്ചാബ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ആരാ? ജ്യോതി വെങ്കിടാചലം. ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. അപ്പൊ കേരളത്തില് ഇതുവരെ ആകെ 3 വനിതാ ഗവർണർമാരാണ് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ ആകെ 3 വനിതാ ഗവർണർമാരാണ് ഉണ്ടായിട്ടുള്ളത്. ആരൊക്കെയാണ് 3 വനിതാ ഗവർണർമാർ എന്ന് പറയുന്നത്? ഒന്ന്, ആദ്യം നമ്മൾ പറഞ്ഞു, ആദ്യമായിട്ടായത് ജ്യോതി വെങ്കിടാചലം. ജ്യോതി വെങ്കിടാചലം. 2, രാംദുലാരി സിൻഹ. രാംദുലാരി സിൻഹ. 3, ഷീല ദീക്ഷിത്. ഷീല ദീക്ഷിത്. ഓക്കെ, അപ്പൊ ജ്യോതി വെങ്കിടാചലം, രാംദുലാരി സിൻഹ, ഷീല ദീക്ഷിത് എന്നിവരാണ് കേരളത്തിൽ ഇതുവരെ ഗവർണറായിട്ടുള്ള 3 വനിതകൾ എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, താഴെ തന്നിട്ടുള്ളവയിൽ കേരള ഗവർണർ ആയിട്ടുള്ള വനിതകളിൽ ഉൾപ്പെടുന്നത് ആര്? ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. ഇനി കേരളത്തിൽ ഗവർണറായിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാണ്? കേരളത്തിൽ ഗവർണറായ ആദ്യത്തെ മലയാളി, കേരളത്തിൽ ഗവർണറായിട്ടുള്ള ആദ്യത്തെ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? വി വിശ്വനാഥനാണ്. വി വിശ്വനാഥൻ. കേരളത്തിൽ ഗവർണറായ ആദ്യത്തെ മലയാളിയാണ് വി വിശ്വനാഥൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ടുള്ള വ്യക്തി, ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായിട്ടുള്ള വ്യക്തി ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? വി വിശ്വനാഥൻ തന്നെയാണ്. അപ്പൊ കേരള ഗവർണറായിട്ടുള്ള ആദ്യത്തെ മലയാളി വി വിശ്വനാഥൻ. ഏറ്റവും കൂടുതൽ കാലം ഗവർണറായിട്ടുള്ള കേരളത്തിലെ ഗവർണറായ വ്യക്തി വി വിശ്വനാഥനാണ്. ഇനി സുപ്രീം കോടതി
ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി പിന്നീട് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായി മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് പി സദാശിവം. പി സദാശിവം. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നിട്ട് ഗവർണറായ വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സദാശിവമാണ്. ഇനി നമ്മുടെ നിലവിലെ കേരള ഗവർണർ ആരാണ്? നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാനാണ് നിലവിലെ കേരള ഗവർണർ എന്ന് പറയുന്നത്. ദെൻ പദവിയിലിരിക്കെ അന്തരിച്ച ഗവർണർ ആരാണ്? പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവർണറാണ്. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കന്ദർ ഭക്താണ് കേട്ടോ. സിക്കന്ദർ ഭക്താണ്. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സിക്കന്ദർ ഭക്താണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗവർണറുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പോയിന്റ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ട് റെഡിയാക്കിയിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്